ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സാറേ, അതുപോലെ ആയിരുന്നു. ഓണത്തിന് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് സെറ്റും നൈറ്റിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ വരുന്ന സുന്ദരിയ, മുടിയുണ്ട്, കളറും എല്ലാം കൊണ്ട് സൗന്ദര്യവരിക. ആ സൗന്ദര്യം കൊണ്ടായിരിക്കും അവനിങ്ങനെ സംശയിക്കുന്നത്. വല്ലാത്തൊരു സംഭവമായി പോയി സാറേ. അദ്ദേഹം പറഞ്ഞ പേപ്പറിലും ടി വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഭയങ്കരമായൊരു സംഭവമായി പോയത്. ഇങ്ങനെ ഒരു മനുഷ്യരും ഇങ്ങനെ ചെയ്യത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരെയും കുത്തിക്കീറി ഇട്ടേനെന്നും പറഞ്ഞെന്ന് പറയുന്നു. കുറേ വേലകൾ ചെയ്ത് ആ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കുഞ്ഞിൻ്റെ തല പൊക്കി പാല ഊരി എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ അവൻ ആരാ? ചേച്ചിയുടെ ആരാ? ഇവിടുത്തെ ശാലിനിയുടെ ആരാ? ഞാൻ മൂത്തമ്മ, അമ്മയുടെ ഏട്ടത്തി, ശാലിനിയുടെ അമ്മയുടെ ഏട്ടത്തി. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഞെട്ടലല്ല സംഭവമായതേ. ആന്ന് ഒന്നിയതെന്ത് വന്ന് അന്നേരം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സാറേ, അതുപോലെ ആയിരുന്നു. ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ലെന്നുള്ളത് പത്രത്തിലും ടി വിയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. പക്ഷെ അതിനേക്കാൾ ഭയങ്കരമായൊരു സംഭവമായി പോയത്. ഓർക്കാൻ കൂടെ വയ്യ. വല്ലപ്പോഴും ഒരിക്കൽ ഇവിടെ വരത്തേ ഉള്ളൂ, അങ്ങനെ കാണുന്നതേ ഉള്ളൂ. ചെറുപ്പം മുതലുള്ള എനിക്കറിയത്തില്ല. ഞാനിവിടെ ജനിച്ച് വളർന്നാന്നേലും അത്രമേലെ എനിക്കറിയത്തില്ല. ഇത്ര ഒരു ദുഷ്ടനാന്ന് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അവിടെ പന്തളത്ത് വരിക എന്ത് നല്ല സ്നേഹവും കാര്യങ്ങളുമായിരുന്നു. ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞില്ല. നല്ല സൗമ്യമായ പെരുമാറ്റം അവൻ്റെ ഐസക്കിൻ്റെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും തോന്നത്തേയില്ല. ഇഷ്ടമായിരുന്നു എനിക്ക് അവനെ. ഇത്ര ഒരു ദുഷ്ടത്തരം കാണിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഓർക്കുമ്പോഴേ എന്താ സാർ പറയേണ്ടത്? എന്താ പറയാനാ? ഓണത്തിന് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് സെറ്റും നൈറ്റിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ ഓണത്തിന് വരുന്ന പതിവില്ലായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെ വന്ന് എനിക്ക് സന്തോഷമായി. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ആ ചോറുണ്ടത് നോക്കും. അങ്ങനെ സന്തോഷം പറഞ്ഞിറങ്ങി പോയതാണ്. ആരങ്ങ് ഓർക്കാൻ പോലും. അതെ, എൻ്റെ ഭർത്താവിന് അച്ഛനെന്നാണ് വിളിക്കുന്നത്. അച്ഛന് പൈസയും ഒക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷം പറഞ്ഞിറങ്ങി പോയതാണ്. ആ വീഡിയോക്കകത്ത് ഐസക്ക് പറയുന്നത് ആഡംബര ജീവിതം നയിക്കുക എന്നാണ് ശാലിനി. അതിൻ്റെയൊക്കെയാണ് മക്കളെ നോക്കുന്നില്ല, മക്കൾക്ക് സുഖമില്ല, അതിൻ്റെ ഒന്നും വിഷമം ശാലിനിക്ക് ഇല്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനല്ല. അവളല്ലേ നോക്കുന്ന കുഞ്ഞുങ്ങളെ, അല്ല ഇവനാന്നോ? കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ജീവനാ നോക്കുക. എല്ലാ കാര്യങ്ങളും അവളല്ലേ നോക്കുന്നത്. അതിനുവേണ്ടി ഇറങ്ങി കഷ്ടപ്പെടാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നെന്നുള്ളതേ ഉള്ളൂ. ആഡംബര ജീവിതം വൃത്തിയായിട്ട് നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആഡംബരങ്ങളൊന്നുമില്ല. അത് ചുമ്മാ ഇല്ല വചനം അവൻ പറഞ്ഞുണ്ടാക്കും. അവന് മനുഷ്യരെ പറഞ്ഞില്ല വചനം പറഞ്ഞ് ബോധിപ്പിക്കാനും ഒരു പ്രത്യേക കഴിവ് അവന്. അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാ. ഒരു പന്ന സ്വഭാവവും ഇല്ല കുഞ്ഞിന്. കണ്ടാൽ നല്ലൊരു കുഞ്ഞാ, നല്ല സൗന്ദര്യവതിയാ, സുന്ദരിയ, മുടിയുണ്ട്, കളറും എല്ലാം കൊണ്ട് സൗന്ദര്യവതിയാ. ആ സൗന്ദര്യം കൊണ്ടായിരിക്കും അവനിങ്ങനെ സംശയിക്കുന്നത്. ചേച്ചിയുടെ എപ്പോഴേലും ഈ വീട്ടിലെ വിഷമങ്ങളൊക്കെ ഈ ശാലിനി പറഞ്ഞിട്ടുണ്ടോ? ശാലിനി എന്നോടങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവൻ ഫോണിൽ കൂടെ ഓരോ ഇല്ല വചനമൊക്കെ പറഞ്ഞുണ്ടാക്കി. അന്നേരം ഞാൻ പറഞ്ഞു നിർത്തടാന്ന് പറഞ്ഞ്, എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. തന്നെ വർത്തമാനങ്ങളാണ് പറയുന്നത്. ഒരമ്മയോട് പറയുന്ന വാചകങ്ങൾ അത് നമുക്ക് കേട്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരിക്കൽ പറഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് കേൾക്കണ്ട നിർത്തടാന്ന് പറഞ്ഞത്. അവള് നല്ല സ്വഭാവമല്ല, ഇങ്ങനെ എന്നൊക്കെയാണ് പറഞ്ഞത്. അതാ അന്നേരം ഞാൻ പറഞ്ഞു അത് നല്ല ഭാഷയാണ് പറയുന്നത്. അന്നേരം പറഞ്ഞ് എനിക്ക് കേൾക്കണ്ട നിർത്തടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇവനുമായിട്ട് സംസാരിക്കാൻ പോയിട്ടുമില്ല. ഇവിടെ വരുമ്പോഴും കണ്ടാൽ മിണ്ടത്തില്ല. തോന്നിയത് എന്തുവാന്ന് ചോദിച്ചാൽ നമുക്ക് അന്നേരം അയ്യോ എൻ്റെ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചെന്നുള്ളൊരു പറയാളം ഉണ്ടായത്. വേറൊന്നുമല്ല ചിന്തിച്ചത്. കുഞ്ഞിനങ്ങനെ സംഭവിച്ചല്ലോ. അതന്നെയല്ല, ഇവിടെ എന്നെ അറിയിച്ചില്ല പിള്ളേരെ. പിന്നെ ശാലിനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി ആശുപത്രിയിൽ നമുക്കൊന്ന് കാണാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്നെ കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോഴേ ഞാൻ സംഭവം അറിയുന്നത്. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭീതിയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയത്തില്ല. വന്നതിന് ശേഷം അറിയുന്നത്. വല്ലാത്തൊരു സംഭവമായി പോയി സാറേ. അദ്ദേഹം പറഞ്ഞ പേപ്പറിലും ടി വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഭയങ്കരമായൊരു സംഭവമായി പോയത്. ഇങ്ങനെ ഒരു മനുഷ്യരും ഇങ്ങനെ ചെയ്യത്തില്ല. അമ്മയടിച്ച് വേറൊരാളിനെയും കൂടെ നിന്നൊരാളിനെയും അടിച്ച്, രണ്ടുപേരെ അടിച്ച്. എന്നിട്ട് പിന്നെ പറഞ്ഞെന്ന് കത്തി ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരെയും കുത്തിക്കീറി ഇട്ടേനെന്നും പറഞ്ഞെന്ന് പറയുന്നു. മൃഗമെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും വേലകൾ ചെയ്ത് ആ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കുഞ്ഞിൻ്റെ തല പൊക്കി പാല ഊരി എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ അവൻ ആരാ?
അങ്ങനെ കൂടെ അവൻ ചെയ്തത്. സിനിമയിൽ നമ്മൾ ടി വിയിലോ ഇവരിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിലേക്കാട്ടി ഭയാനകമായൊരു സംഭവമായിപ്പോയത്. ഓർക്കാൻ പോലും വയ്യ. എന്നെ അല്ല മറക്കാനൊക്കത്തില്ല. അവിടെ നാട്ടിൽ എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടായാൽ അറിയിക്കുന്നുണ്ട്. ആ സെക്കൻഡ് ചേട്ടത്തി അനിയത്തിയും കുഞ്ഞുങ്ങളും കൂടെ ചാടി വരുന്നത്. അതായിരുന്നു രംഗമൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കത്തില്ല. ഇവിടെ വന്നും തള്ളയോട് പറഞ്ഞെന്ന് പന്തളത്തമ്മയ്ക്ക് തീരെ വയ്യല്ല, നടക്കാൻ വയ്യല്ല, ഒരു കഷ്ടമാണെന്നല്ല. മറക്കാനൊക്കത്തില്ല. സന്തോഷമല്ല, നമുക്ക് ഒറ്റയടിക്ക് തീർന്നു. അച്ഛന് പൈസയും കൊടുത്തു, ചിരിച്ചു പറഞ്ഞ് അതങ്ങോട്ട് കണ്ണീന്നും മായുന്നില്ല. ചുമടെ അടുത്തും ഒക്കെയാ ജീവിച്ചല്ലേ? ചുമടെ അടുത്തും വിറയുമ്മാനും അങ്ങനെയൊക്കെ പോകുമായിരുന്നു. കൂടുതലും വിറയുമെന്ന ജോലിയായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ മുട്ടി ഭയങ്കര 10-12 പേര് കൂടി പിടിച്ചു കൊടുക്കുന്ന മുട്ടിയെ തലയിൽ വെച്ചുകൊണ്ട് പോയി. അത് നിരന്ന സ്ഥലമല്ലല്ലോ, ഇങ്ങനെ കുന്നും പുറവില്ലേ, അതിലെ കൂടെ നടന്നു പോകുന്ന അരങ്ങമൊക്കെ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ വളർത്തിയത്. ഞാൻ എൻ്റെ അറിവ് അവൻ സിഗരറ്റും വലിക്കത്തില്ല, മദ്യപിക്കത്തും ഇല്ലെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴങ്ങനല്ല ആൾക്കാർ പറയുന്നത്. മദ്യപിക്കുമെന്ന്, മുറിക്കകത്ത് കുപ്പികളൊക്കെ കിടപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ റബ്ബർ ടാപ്പിങ് ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ പൈസയൊക്കെ എവിടെയായിരുന്നു വല്ലതും അറിയാവോ? അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഇവിടെ വരവില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ശാലിനി തന്നെ ഇപ്പൊ കഷ്ടപ്പെടുന്നതായിട്ട് അമ്മ പറയുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ. അതെ. അവസാനം പുള്ളി പറയുന്നത് പുള്ളിയാണ് എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നതെന്നാ പറയുന്നത്. പക്ഷെ അങ്ങനല്ല, നേരെ ധരിച്ച. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.